ക്ഷമിക്കാവുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളല്ല പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ളത് എന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. ഇതിനിടെ പാകിസ്ഥാന്റെ കൂടുതൽ വാദങ്ങൾ പൊളിയുന്നു. പഴയ വീഡിയോ ഒക്കെ പാകിസ്ഥാൻ വീണ്ടും പുറത്തുവിടുന്നു. ഖ്വാജ ആസിഫ് പോലും സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ നടത്തുന്ന പാകിസ്ഥാന്റെ മന്ത്രിമാർ പോലും ആ തരത്തിലുള്ള നിലവാരമാണ് കാത്തു സൂക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതിൽ ഒരത്ഭുതവുമില്ല. പാകിസ്ഥാൻ നടത്തുന്നത് എന്ത് ചെയ്യുമെന്നുള്ള വ്യക്തമായ ചിത്രം പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില പ്രഹസനങ്ങൾ നടക്കുന്ന സ്വാഭാവികം. ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ, ഈ ചിത്രങ്ങൾ വരികയാണ്. ജമ്മു കാശ്മീരിലെ കേരാനിൽ വീടുകൾ തകർന്നിരിക്കുന്ന ചിത്രങ്ങൾ. പാക് ഷെല്ലിംഗ് തുടർന്നതിന്റെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് ഉറിയിൽ ഷെല്ലാക്രമണത്തിൽ ഒരു യുവതി മരിച്ചത്. കാശ്മീരിലെ കുപ്വാര ജില്ലയിലൊക്കെ കനത്ത ഷെല്ലാക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. വീടുകൾ തകർന്നിരിക്കുന്നു. കൂടുതൽ കലാമിറ്റീസിന്റെ വാർത്തകളും അതുപോലെ തന്നെയുള്ള കണക്കുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ട് അവസാനിച്ചിരിക്കുന്നു. ലൈറ്റ്സ് റിസ്റ്റോർഡ് എന്നുള്ള വാർത്തകൾ വരികയാണ്. പഞ്ചാബിലൊക്കെ നേരത്തെ അമൃത്സറിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അമൃത്സറിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം, ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങുകയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളെ കൊടുത്തിരുന്നു. അതേസമയം ഇപ്പോൾ വരുന്നത് പുതിയ വാർത്തകളാണ്. ഒരു നീണ്ട മണിക്കൂറുകളുടെ ബ്ലാക്ക് ഔട്ടിന് ശേഷം പുനഃസ്ഥാപിച്ചിരിക്കുന്നു വൈദ്യുതി ബന്ധം എന്ന് പറയുന്നു. ഒരു ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഇന്ത്യൻ സേനയെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ കാര്യം. 15 കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത്. ഇന്ത്യയുടെ സുദർശന ചക്രം S-400 തകർത്ത് തരിപ്പണമാക്കി. ഈയാമ്പാറ്റകളെ പോലെ പിടഞ്ഞു വീണു പാകിസ്ഥാന്റെ മിസൈലുകൾ എന്നാണ് ലോക മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിച്ചത്. അത് തന്നെ പാകിസ്ഥാൻ വൈകുന്നേരവും ഇന്നലെ വൈകിട്ടും അത് തന്നെ ശ്രമിച്ചു. പഞ്ചാബിലേക്കും രാജസ്ഥാനിലേക്കും ഒക്കെ ആ തരത്തിലുള്ള മിസൈലുകൾ പായിച്ചു. ഡ്രോണുകൾ അയച്ചു. 500ഓളം പാക് ഡ്രോണുകൾ തകർത്തിരിക്കുന്നു ഇന്ത്യ എന്നുള്ള കണക്കുകൾ തന്നെ വരുന്നുണ്ട്. പഞ്ചാബിലെ പത്താൻകോട്ടിൽ ആ ഒരു ആശങ്ക നിലനിന്നപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു നീണ്ട മണിക്കൂറുകളുടെ ബ്ലാക്ക് ഔട്ടിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. നിയന്ത്രണ രേഖയിലും 50ഓളം പാക് ഡ്രോണുകളാണ് ന്യൂട്രലൈസ് ചെയ്ത് നിർവീര്യമാക്കിയത്. സേന അതിന്റെ വിവരങ്ങളും പുറത്തു വരികയാണ്. ധർംശാല സ്റ്റേഡിയത്തിൽ നിന്ന് പലതരം പ്രതികരണങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. മാച്ച് തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചു. IPL മാച്ച് വേണ്ട എന്ന് തീരുമാനിച്ച സമയത്ത് അത് വലിയൊരു ആശങ്കയൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും ചെയ്തിരുന്നു. സുരക്ഷിതരായിട്ടിരിക്കൂ, ജാഗരൂകരായിട്ടിരിക്കൂ എന്ന് ഇന്ത്യൻ ഭരണകൂടം അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആളപായമില്ലാതെ, കൊളാട്രൽ ഡാമേജ് ഇല്ലാതെ പ്രതിരോധിക്കാൻ സുശക്തമാണ് ഇന്ത്യൻ സേന എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്ന മണിക്കൂറുകൾ കൂടിയാണ് കടന്നുപോകുന്നത്. രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഉറ്റുനോക്കുന്നത് ഇനി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ മിനിറ്റുകളിൽ പത്താൻകോട്ടിലൊക്കെ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരികയാണ്. ബാരാമുള്ളയിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെ നോർമലൈസ് ചെയ്തു വരുന്നു പല ഭാഗങ്ങളിലും എന്നാണ്. അതേ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നത് അതിർത്തിയിലാണ്, നിയന്ത്രണ രേഖയിലാണ്. പ്രത്യേകിച്ച് ഉറിയിൽ ഇപ്പോഴും ഷെല്ലാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് വലിയ തോതിൽ ഷെല്ലാക്രമണം ഉറി സെക്ടറിൽ നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഉറി സെക്ടറിൽ നടക്കുന്നുണ്ട്. ഒപ്പം കുപ്വാര മേഖലയിലും വലിയ തോതിൽ ഷെല്ലാക്രമണം നടക്കുന്നു എന്നാണ് പറയുന്നത്. കുപ്വാര എന്ന് പറയുന്നത് നോർത്തേൺ വടക്കൻ കശ്മീർ, അതായത് ജമ്മു തൊട്ട് വടക്കൻ കശ്മീർ വരെയുള്ള നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന പോസ്റ്റുകൾക്ക് നേരെ, ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോഴും ആക്രമണം തുടരുകയാണ് പാകിസ്ഥാൻ. അത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇന്ന് നേരം പുലരുമ്പോഴും അവിടെ ഇത്തരത്തിൽ ഷെല്ലാക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഉറിയിൽ ഉണ്ടായ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടിയുണ്ട്. അങ്ങനെ വലിയ തോതിൽ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിലും തുടരുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി മുതൽ പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യം വെച്ച്, ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ച്
തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യം വെച്ച് നടത്തിയ എല്ലാ നീക്കങ്ങളും തടഞ്ഞു. ഏതാണ്ട് 2 മണിക്കൂർ നേരം പല ഘട്ടങ്ങളിലായി ഡ്രോണുകളൊക്കെ തന്നെ പറന്നു വരുന്നു. അത് ജമ്മു കശ്മീരിൽ മാത്രമായിരുന്നില്ല, പഞ്ചാബിലെ പട്ടാൻകോട്ട് അടക്കമുള്ള മേഖലകൾ, ലുധിയാന, ജലന്ധർ തുടങ്ങി ബട്ടിൻഡ തുടങ്ങി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ ഒക്കെ ഉള്ള പ്രദേശങ്ങൾ, രാജസ്ഥാനിലേക്ക് വരുമ്പോൾ ജയ്സാൽമീർ, ഒപ്പം തന്നെ ശ്രീ ഗംഗാനഗർ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരം നീക്കം, ഡ്രോണുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഗുജറാത്തിലേക്ക് വരുമ്പോൾ ഭുജ് അടക്കമുള്ള മേഖലകളിലും ഇത്തരം ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു, മിസൈലുകളൊക്കെ തന്നെ അയച്ചു. ഇതെല്ലാം തകർക്കുന്ന നീക്കം സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അതെല്ലാം തന്നെ അതിവിദഗ്ധമായി വിജയകരമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്തു. തുടർന്നാണ് 10:30 ഇന്ത്യ ഇത്തരമൊരു തിരിച്ചടിയിലേക്ക് കടന്നത്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ തന്നെയാണ് ലക്ഷ്യം വെച്ചത്. റാവൽപിണ്ടി ആവട്ടെ, കറാച്ചി ആകട്ടെ, ലഹോർ ആകട്ടെ. ലഹോർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഹൃദയഭൂമി എന്ന് തന്നെ പറയാം. അത് പലതരത്തിൽ ലഹോറിന് വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന്, അത് ഇന്ത്യയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നഗരം എന്നത് ഒരു കാര്യമാണ്. ഇതിനപ്പുറം പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെ ഈ പഞ്ചാബ് പ്രവിശ്യയിൽ വരുന്ന ഈ മേഖലയോട് ചേർന്ന് ലഹോർ അടക്കം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശമാണ് റാവൽപിണ്ടി അടക്കമുള്ള സ്ഥലങ്ങൾ. അങ്ങനെ ലഹോറിലും റാവൽപിണ്ടിയിലും സിയാൽകോട്ട് അടക്കമുള്ള മേഖലകളിലും സൈനിക താവളങ്ങൾ ഇന്ത്യ ലക്ഷ്യം വെക്കുകയും ചെയ്തു. ഏതായാലും പാക് പ്രധാനമന്ത്രിയുടെ വീടിന്റെ 20 കിലോമീറ്റർ അടുത്ത് വരെ സ്ഫോടനമുണ്ടായി. ഇതേ തുടർന്ന് പാക് പ്രധാനമന്ത്രിയെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുന്നു. മാത്രവുമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായ വലിയ പ്രശ്നങ്ങൾ കൂടി അവിടെ ഇതിനൊപ്പം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തന്ത്രപ്രധാന സൈനിക പോസ്റ്റുകൾ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു എന്ന കാര്യം അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബലൂച്ചിലെ എഴുത്തുകാരൻ ആയ മിർയാർ ബലോച്ച് ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി എന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് ബലൂച്ച് സ്വതന്ത്രമായി എന്ന അവകാശവാദം ബലൂച്ചിലെ മിർയാർ ബലോച്ച് എന്ന് പറയുന്ന എഴുത്തുകാരൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഇന്ത്യയിൽ ഒരു എംബസി തുടങ്ങാൻ, ഡൽഹിയിൽ ഒരു എംബസി തുടങ്ങാൻ അനുവദിക്കണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഒരു രാജ്യമായി കണക്കാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ആഭ്യന്തരമായ വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ രാകേഷിലേക്ക് വരാം. ഏതായാലും ഉറിയിൽ ഷെല്ലാക്രമണം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ സമയമാണ്. മുംബൈയിൽ അതീവ ജാഗ്രത, പഞ്ചാബിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്നുള്ള വിവരം വരും. ദേവേന്ദ്ര ഫഡ്നാവിസ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം സൈനിക മേധാവികളെ കാണും. അതുണ്ടാകും. ചീഫ് ഓഫ് ഡിഫൻസ് അടക്കമുള്ളവരെ കണ്ടുകൊണ്ട് ഏത് തരത്തിലുള്ള സാഹചര്യമാണ് ഉള്ളത് എന്ന് വിലയിരുത്തും. മുംബൈയിൽ ജാഗ്രത ഏറ്റവും പുതിയ വാർത്ത കൂടിയാണ്. അതായത് ഈ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഉള്ളത് എന്നതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളെ കൂടി ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ. മാത്രമല്ല, ഒരു വശത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം, അതിർത്തിയിൽ തുടരുന്ന ഷെല്ലാക്രമണം, കരസേന പരിപൂർണമായി അതിനെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ പല തലത്തിലാണ് നടക്കുന്നത്. ലോക രാഷ്ട്രങ്ങളും ഉറ്റുനോക്കുമ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം, ആഭ്യന്തരമായിട്ട് സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, പല തലങ്ങളിലേക്ക് ഇത് പോകുന്നു. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. Ayun na.